ഗൾഫിലേക്കുള്ള രണ്ടാം സന്ദർശനവേള. ഷാർജയിലേക്കുള്ള ക്ഷണം വന്നു. ആഷിഖും ഷെരീനും നിർബന്ധിച്ചപ്പോൾ പോകാൻ കഴിയാഞ്ഞതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. ബീന പറഞ്ഞു, ഷെരീന് വലിയ വിഷമമുണ്ടായി കാണും, നമുക്കൊരു ദിവസം അവരുടെ വീട്ടിൽ പോയി കഴിയാം. ഫാത്തിമയും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ താമസമുണ്ടായില്ല. ജിതിൻ ഞങ്ങളെ ആഷിഖിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടാക്കി. മാർച്ച് പകുതി, നോമ്പുകാലം. സഫ നോമ്പ് പിടിച്ച് ക്ഷീണിച്ച് ചുരുണ്ടുപോയിരുന്നു. ഷെരീനും നോമ്പായിരുന്നെങ്കിലും വാട്ടം കണ്ടില്ല. ഞങ്ങളെ പരിചരിക്കാനുള്ള വ്യഗ്രത കൊണ്ടാവാം. ഷെരീൻ അങ്ങനെയാണ്. ഫാത്തിമ കൂടെ പറയും, ആതിഥ്യ മര്യാദയുടെ കാര്യത്തിൽ ഷെരീൻ അഗ്രഗണ്യാണത്. 24-ാം നിലയിലാണ് അവരുടെ ഫ്ലാറ്റ്. ഏറ്റവും മേലെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് ആഷിഖ് ഞങ്ങളെ കൊണ്ടുപോയി. ആഷിയായും ഐറയും സ്വിമ്മിംഗ് സ്യൂട്ടണിഞ്ഞ് ഊളിയിട്ടപ്പോൾ ആഷിഖും ഷെരീനും ഞങ്ങളോടൊപ്പം കൂടി. അവിടെ ജനാലയിലൂടെ ഷാർജയുടെ കുറേ ഭാഗങ്ങൾ ദൃശ്യം. വിവിധ കോണുകളിലൂടെയുള്ള ഷാർജ ദൃശ്യങ്ങൾ. ഈ വീഡിയോ ചെയ്യുന്ന വേളയിലാണ് ഷാർജയെ മുൾമുനയിലാക്കിയ പെരുമഴയുടെ വിവരങ്ങൾ അറിഞ്ഞത്. 75 വർഷത്തിനിടെ UAE കണ്ട കനത്ത മഴയും വെള്ളക്കെട്ടും. അക്ഷരാർത്ഥത്തിൽ UAE തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ നാട്ടിനേക്കാളും ഈ വിദേശ രാജ്യം മെച്ചമാണ്. നമ്മുടെ നാട്ടിലെ അത്ര ചാളകളോ മറപ്പുരകളോ ഷെഡുകളോ ഇല്ല അവിടെ. ലേബർ ക്ലാസ്സാണ് താരതമ്യേന താഴ്ന്ന വരുമാനക്കാർ. അവർക്ക് പോലും അടച്ചുറപ്പുള്ള ഫ്ലാറ്റുകളാണ് സ്പോൺസർമാരെ കൊണ്ട് UAE ഭരണകൂടം നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വരുന്ന എലൈറ്റ്, അൾട്രാ എലൈറ്റ് വിഭാഗങ്ങൾ പോലും ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഉണ്ടാകുന്ന പീഡാനുഭവങ്ങൾ നേരിട്ടല്ലേ മതിയാവും. സസുഖം സുഗമമായി നടന്നു വരുന്ന ജീവിതചക്രത്തിന് ഒരു ചെറിയ പോറലേറ്റാൽ പോലും പൊതുവെ വിഷമങ്ങൾ അധികം അനുഭവിച്ചിട്ടില്ലാത്ത ഉപരിവർഗ സമൂഹത്തിന് അത് വലിയ വിഷമമുണ്ടാക്കും. എലൈറ്റ് വിഭാഗങ്ങളും അൾട്രാ എലൈറ്റ് വിഭാഗങ്ങളും മുന്തിയ ഹോട്ടലുകളിലേക്ക് പറിച്ചു നടപ്പെടും. നമ്മുടെ നാട്ടിൽ സംജാതമാകുന്ന സ്ഥിതിയേക്കാളും തികച്ചും വ്യത്യസ്തമാണ് ഷാർജ പോലുള്ള സമ്പന്ന രാഷ്ട്രങ്ങളുടെ സ്ഥിതിയെന്നും മറക്കാതിരിക്കുക. ക്ഷണിക്കാതെ വന്ന ഈ പ്രകൃതി ദുരന്തത്തിനിടയിൽ എമിറാത്തികൾ പലരും അന്തിച്ചു നിന്നപ്പോൾ തങ്ങളാൽ ആവുന്നത്ര സഹായങ്ങളുമായി മലയാളി സമൂഹം രംഗത്ത് വന്നിരുന്നു.
അറേബ്യൻ പെനിൻസുലയിലെ മറ്റ് രാജ്യങ്ങളായ ബഹ്റൈൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, യമൻ എന്നിവരൊക്കെയായി അറബ് സാംസ്കാരിക വിനിമയം നടത്തുന്നതിൽ UAE-യിലെ ഷാർജയ്ക്കാണ് പ്രമുഖ സ്ഥാനം. അതുകൊണ്ടാണല്ലോ 1998 യുനെസ്കോ അറബ് രാജ്യങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായി ഷാർജയെ അവരോധിച്ചത്. ദുബായ് ആഡംബരത്തിൻ്റെ മറുവാക്കാണെങ്കിൽ ഷാർജ സാംസ്കാരിക പൈതൃകത്തിന് ഊന്നൽ നൽകുന്ന ഒരിടമാണ്. ആർക്കിയോളജി, നാച്ചുറൽ ഹിസ്റ്ററി, സയൻസ് ആൻഡ് ആർട്സ്, പൗരാണികം, ഇസ്ലാമിക് ആർട്ട് ആൻഡ് കൾച്ചർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി മ്യൂസിയങ്ങൾ നഗരത്തിന് അലങ്കാരമായി സഞ്ചാരികളെ ആകർഷിക്കുന്നു. പുരാതന അൽ ഖാസിമി ഭരണാധികാരികളുടെ പഴയ പാർപ്പിട സമുച്ചയമായ ഷാർജ ഫോർട്ട് പുനർനവീകരിച്ച് ഷാർജ മ്യൂസിയം അതോറിറ്റിയാണ് പരിപാലിച്ചു വരുന്നത്. പുഞ്ചിരിക്കൂ, നിങ്ങളിപ്പോൾ ഷാർജയിലാണ് എന്ന സ്വാഗതമുദ്രയുമായി ഷാർജ ഭരണാധികാരിയായ ഷേഖ് സുൽത്താൻ ഇബ്നു മുഹമ്മദ് അൽ ഖാസിമി വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ ഭരണം കൈയാളുന്ന അൽ ഖാസിമി രാജവംശം 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലെ സ്മരണകളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക സാംസ്കാരിക സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു പോരുന്നത്. 2019 യുനെസ്കോ തന്നെ വീണ്ടും ലോക പുസ്തക തലസ്ഥാനമായി ഷാർജയെ തിരഞ്ഞെടുത്തു. മദ്യനിരോധനം നിലവിലുള്ളതുകൊണ്ട് മുസ്ലിം ടൂറിസ്റ്റുകൾക്ക് താൽപ്പര്യം ഷാർജയാണെന്നും ഒരു ചൊല്ലുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വ്യത്യസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഷാർജയിലുണ്ട്. അൽ മൊണ്ടാസ ഫൺ പാർക്ക്, അൽ ബുഹൈറ കോർണിഷ് എന്നീ പാർക്കുകൾ ഇവയിൽ ചിലതു മാത്രം. ഇത്തരത്തിൽ UAE-യുടെ GDP-യിൽ ഒരു സിംഹഭാഗം സംഭാവന ചെയ്തിരുന്ന ഷാർജയെയാണ് 2024 ഈ കെടുതികൾ തകർത്ത് കളഞ്ഞത്. ഷാർജയിൽ ഇപ്പോഴുണ്ടായ ഈ പ്രകൃതി ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന് ഒരു വിഭാഗം വിവരദോഷികൾ വെച്ച് കാച്ചുന്നുണ്ട്. പക്ഷേ അന്തർദേശീയ സയൻറ്റിസ്റ്റുകൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ദോഷൈകതൃക്കുകൾക്ക് വർഗഭേദമോ ദേശഭേദമോ ഇല്ലല്ലോ. നമുക്ക് അവരുടെ ജൽപ്പനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാം. ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് പ്രതീക്ഷാനിർഭരമായി ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ഷാർജയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.